വെൽക്കം ഓൾ. നമ്മളിന്ന് ക്രോപ്പ് പാത്തോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് ഡിസീസസ്. അപ്പോൾ നമ്മൾ എന്താ പ്ലാന്റ് ഡിസീസസ് എന്ന് അറിയണം അല്ലേ? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റിൽ പല ടൈപ്പ് ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഈ ഫിസിയോളജിക്കൽ പ്രോസസ്സ് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ബയോട്ടിക് ആയിരിക്കാം അല്ലെങ്കിൽ ആബയോട്ടിക് ആയിരിക്കാം, എന്തെങ്കിലും ഒരു ഫാക്ടർ കാരണം ഡിസ്റ്റർബ്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പ്ലാന്റ് ഡിസീസ് എന്ന് പറയുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ബേസ്ഡ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് എഫക്റ്റഡ്. ഓക്കെ, ഇതിലൊരു 6 ടൈപ്പ് വരുന്നുണ്ട്. ആദ്യത്തേതാണ് ഡിസീസ് ഓഫ് സീറൽ ക്രോപ്സ്. രണ്ടാമത്തേത് ഡിസീസ് ഓഫ് ഹോർട്ടികൾച്ചറൽ ക്രോപ്സ്. നെക്സ്റ്റ് വൺ ഡിസീസ് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, ഡിസീസ് ഓഫ് ഓയിൽ സീഡ് ക്രോപ്സ്, ഡിസീസ് ഓഫ് cash crops, disease of pulses. ഓക്കെ, ഇതാണ് 6 സീറൽ ക്രോപ്സ്, ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, പ്ലാന്റേഷൻ, സീഡ്, ഓയിൽ സീഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, ദെൻ പൾസസ്. ഇതിൽ ആദ്യത്തെ സീറൽ ക്രോപ്സ് എന്ന് പറയുമ്പോൾ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ റൈസ്, വീറ്റ്, ബജ്ര അങ്ങനെയുള്ള സീറൽസ് ഉണ്ടല്ലോ. ഈ ടൈപ്പ് പ്ലാന്റ്സിന് എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുള്ളത്. റൈസിൽ വരുന്ന ബ്ലാസ്റ്റ്, വീറ്റിലുണ്ടാവുന്ന റസ്റ്റ് ഒക്കെ ഒരു എക്സാമ്പിളാണ്. ദെൻ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വെജിറ്റബിൾസ്, അതുപോലെ ഓർണമെൻ്റൽ പ്ലാന്റ്സ്, പിന്നെ ഫ്രൂട്ട്സ്, അതുകളൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിൽ വിടുക. ഇതിലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ. ക്യാബേജിൽ ക്ലബ് റൂട്ട് എന്ന് പറയുന്ന ഡിസീസ്, അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോയിലുണ്ടാവുന്ന വിൽട്ട് ഒക്കെ എക്സാമ്പിളാണ്. ഇനി ഡിസീസ് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സിലോട്ട് വരുമ്പോൾ പ്ലാന്റേഷൻ മെയിനായിട്ട് കോഫി, അതുപോലെ തന്നെ ടീ അങ്ങനെയുള്ള പ്ലാന്റാണ് പ്ലാന്റേഷൻ ക്രോപ്സ്. കോഫിയിലുണ്ടാവുന്ന നമ്മുടെ റസ്റ്റ്, അതുപോലെ ടീയിലുണ്ടാവുന്ന ബ്ലിസ്റ്റർ ബ്ലൈറ്റ് എക്സാമ്പിളാണ്. ഇനി ഓയിൽ സീഡിലുണ്ടാവുന്നത്, അതായത് നമ്മുടെ സൺഫ്ലവർ, കോക്കനട്ട്, ഗ്രൗണ്ട് നട്ട്, ഈ പ്ലാന്റ്സിലൊക്കെ ഉണ്ടാവുന്ന ഡിസീസാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. കോക്കനട്ടിൽ ഉണ്ടാവുന്ന സ്റ്റെം ബ്ലീഡിങ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ക്യാഷ് ക്രോപ്സിലേക്ക് വരുമ്പോൾ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഇക്കണോമിക്കലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യില്ലേ, ഷുഗർ കെയിൻ, ജൂട്ട് അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ. ഷുഗർ കെയിനിലുണ്ടാവുന്ന റെഡ് റോട്ട് ഒരു എക്സാമ്പിളാണ്. ഇനി ഡിസീസ് ഓഫ് പൾസസ് എന്ന് പറയുമ്പോൾ പൾസസ് നമ്മുടെ ഗ്രാംസ്, അതായത് ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കൗപ്പി, അതിലൊക്കെ വരുന്ന ഡിസീസസ് ഓഫ് പൾസസിൽ പെടുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഗ്രാംസിലുണ്ടാവുന്ന വിൽട്ട്, അതുപോലെ നമ്മുടെ കൗപ്പിയിലുണ്ടാവുന്ന ആന്ത്രാക്നോസ് ഒക്കെ എക്സാമ്പിളാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് എഫക്റ്റഡ്. ഡിസീസ് ഓഫ് സീറൽ ക്രോപ്സ്, ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ്, പ്ലാന്റേഷൻ ക്രോപ്സ്, ഓയിൽ സീഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ്, ദെൻ പൾസസ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് സ്പ്രെഡ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ഏത് മീഡിയം വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് വണ്ണാണ് സോയിൽ ബോൺ, ദെൻ എയർ ബോൺ, അതുപോലെ തന്നെ സീഡ് ബോൺ. ഓക്കെ, സോയിൽ ബോൺ എന്ന് പറയുമ്പോൾ എന്താ, സോയിൽ വഴിയായിരിക്കും, മണ്ണ് വഴിയായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നത്.
ഓക്കെ, മണ്ണിൽ കൂടെ ആയിരിക്കും. റൂട്ട് റോട്ട്, അതുപോലെ കോളാർ റോട്ട് ഒക്കെ എക്സാമ്പിളാണ്. കോളാർ എന്ന് പറയുമ്പോഴേ നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റിന് മണ്ണിൻ്റെ അടിയിലും മണ്ണിൻ്റെ താഴത്തും പോർഷൻസ് ഉണ്ട് അല്ലെ, താഴത്ത് വേരും മുകളിൽ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഈ ഒരു ഭാഗം തൊട്ട് മുകളിൽ, മണ്ണിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു പോർഷനിൽ, അതിനാണ് നമ്മൾ കോളാർ എന്ന് പറയുക. കോളാർ എന്ന് പറയുക. ആ ഭാഗത്ത് വരുന്ന റോട്ടാണ് കോളാർ റൂട്ട്. ദെൻ എയർബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ എയറിൽ കൂടെ ആയിരിക്കും ആ ഒരു ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ലീഫ് സ്പോട്ട്, ലീഫ് റസ്റ്റ് ഒക്കെ എക്സാമ്പിളാണ്. ഇനി സീഡ് ബോൺ ഡിസീസസ് ഉണ്ട്. സീഡ് ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ സീഡ് വഴിയായിരിക്കും സ്പ്രെഡ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് റൈസിലുണ്ടാവുന്ന ലീഫ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പീരിയോഡിസിറ്റി. മൂന്നാമത്തേതാണ് ബേസ്ഡ് ഓൺ പീരിയോഡിസിറ്റി. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ വരുമോ, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടാണോ വരിക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ എല്ലാ സമയത്തും കാണാൻ പറ്റുമോ, അങ്ങനെയുള്ള ബേസിസിലാണ് ബേസ്ഡ് ഓൺ പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ വരുന്നതാണ് എൻഡമിക്, എപ്പിഡമിക്, സ്പൊറാഡിക് ആൻഡ് പാൻഡമിക്. ഓക്കെ, ഇതിൽ എൻഡമിക് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ആ ഒരു ഡിസീസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു ലൊക്കാലിറ്റി, അത് അത്ര വലിയ പ്ലേസ് അല്ല അല്ലെ, ആ ലൊക്കാലിറ്റിയിൽ എപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ ഡിസീസ് പ്രസന്റ് ആയിരിക്കും, ആ ഒരു ലൊക്കാലിറ്റിയിൽ അത് പ്രസന്റ് ആയിരിക്കും. അതാണ് എന്ത്, എൻഡമിക്. ഇനി എപ്പിഡമിക് ആണെന്നുണ്ടെങ്കിൽ പീരിയോഡിക്കലി വരുന്നതായിരിക്കും. ഇപ്പൊ ഈ വർഷം ജാനുവരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ജാനുവരിയിൽ എന്താണ്, ആ ഒരു ഡിസീസ് വരും. മാത്രമല്ല ഒരു വൈഡ് സ്പ്രെഡ് ആയിരിക്കും, അത്യാവശ്യം കുറച്ച് ഏരിയയിലൊക്കെ വരുന്നതായിരിക്കും. അതാണ് എപ്പിഡമിക്. ഇനി സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ ഇറഗുലർ ആയിട്ടായിരിക്കും വരിക, ഇറഗുലർ ഇന്റർവെൽസ് ആയിട്ടായിരിക്കും വരിക. ഇപ്പൊ ഈ വർഷം ജനുവരിയിൽ വന്നാൽ ചിലപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരിയിലാവും വരിക, ചിലപ്പോൾ ഒക്ടോബറിലാവും വരിക. ഓക്കെ, അങ്ങനെ അതും ഇത് ലിമിറ്റഡ് ഏരിയാസിലായിരിക്കും കാണാം. എപ്പിഡമിക് എങ്ങനെയായിരുന്നു, റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് വന്നിരുന്നു, വൈഡ് സ്പ്രെഡ് ആയിരുന്നു. സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ ഇറഗുലർ ആണ്, ഇറഗുലർ ഇന്റർവെൽസിലാണ് വരിക, ലിമിറ്റഡ് ഏരിയാസിലായിരിക്കും വരിക. ഇനി പാൻഡമിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പൊ കൊറോണയ്ക്ക് ഒരു പാൻഡമിക് ആയിരുന്നു അല്ലെ, അതായത് വേൾഡ് വൈഡ് എന്താണ് സ്പ്രെഡിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹെവി ഡാമേജ് കോസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ബേസ്ഡ് ഓൺ പീരിയോഡിസിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ബേസ്ഡ് ഓൺ പ്ലാന്റ് പാർട്ട് എഫക്റ്റഡ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇതെന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തിനെയാണ്, ആ ഒരു പ്ലാന്റില് ഇപ്പൊ ലീഫിനെയാണോ, റൂട്ടിനെയാണോ, സ്റ്റെമ്മിനെയാണോ, ഏതിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിലാണ് വരുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് 4 എണ്ണം ഉണ്ട്. ഫോളിയാർ, റൂട്ട്, വാസ്കുലാർ, ദെൻ സിസ്റ്റമിക്. ഓക്കെ, ഇതിൽ ഫോളിയാർ എന്ന് പറയുമ്പോൾ എന്താ, ഫോളിയേജ്, ലീഫുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. ഇത് ലീഫിലായിരിക്കും വരുന്നത്. നമ്മുടെ ലീഫ് സ്പോട്ട്, ലീഫ് കേളിങ്, ലീഫ് റസ്റ്റ്, അതുകളൊക്കെ എക്സാമ്പിളാണ്. റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ടിനെ ആയിരിക്കും ഇൻഫെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, റൂട്ട് റോട്ട്. അതുപോലെ തന്നെ പല പ്ലാന്റ്സിലും റൂട്ട് റോട്ട് കാണാറുണ്ട്, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ വാസ്കുലാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈലം, അതുപോലെ തന്നെ ഫ്ലോയം, ഇത്തരത്തിലുള്ള വാസ്കുലാർ ടിഷ്യൂസിനെ എഫക്ട് ചെയ്യുന്ന ഡിസീസസ് ആണ് വാസ്കുലാറിൽ പെടുന്നത്. മെയിനായിട്ട് ബാക്ടീരിയൽ വിൽട്ടൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ എൻറ്റയർ സിസ്റ്റം, അതായത് പ്ലാന്റിന്റെ ലീഫ് തൊട്ട് റൂട്ടിന്റെ അറ്റം വരെയുള്ള എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് ഡിസീസസ് ആണ് സിസ്റ്റമിക്കിൽ പെടുന്ന. ഹോൾ പ്ലാന്റ് അതിൽ ഇൻവോൾവ് ആയിരിക്കും. ഇപ്പൊ ഡ്വാർഫ്നെസ് ഒരു സിസ്റ്റമിക് ഡിസീസ് ആണ്. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ പ്ലാന്റ് പാർട്ട് എഫക്റ്റഡില് ഫോളിയാർ ഉണ്ട്, ലീഫ് എഫക്ട് ചെയ്യുന്ന, റൂട്ടിലുണ്ട്, വാസ്കുലാർ ഉണ്ട്,
ദെൻ സിസ്റ്റമിക് ഉണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ്, അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ പാരസിറ്റിക് നേച്ചർ. ബേസ്ഡ് ഓൺ പാരസിറ്റിക് നേച്ചർ. ഇപ്പൊ ഒരു പ്ലാന്റിന് ഒരു ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പാരസിറ്റിക് ആണോ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യില്ലേ? മൈക്രോബ്സ് വഴിയാണോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആബയോട്ടിക് കണ്ടീഷൻസ് ആയിട്ടുള്ള ഇപ്പോൾ എന്താണ് എയർ വഴി അല്ലെങ്കിൽ വെള്ളം വഴി അങ്ങനെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പാരസിറ്റിക്, പിന്നെ നോൺ പാരസിറ്റിക്. ഓക്കെ, പാരസിറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്രോബുകൾ, അതായത് വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, നെമറ്റോഡുകൾ, ഇതുകളൊക്കെ വഴി ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതാണ് പാരസിറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വൈറസ് ഒരു പ്ലാന്റിനെ മാത്രമാണോ എഫക്ട് ചെയ്യുക? അല്ല അല്ലെ, അതായത് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇവരെന്താണ്? സ്പ്രെഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നവരാണ്. ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരെണ്ണത്തിൽ നിന്ന് ഇൻഫെക്റ്റഡ് അല്ലാത്ത പ്ലാന്റിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പാരസിറ്റിക്കിനെ തന്നെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ ലീഫിലാണ് ഇൻഫെക്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൈറസ് ആണെങ്കിൽ വൈറസ് ആ ലീഫിൽ മുഴുവൻ സ്പ്രെഡ് ആവുമല്ലോ. എന്നിട്ട് ലീഫിൽ തന്നെ അതിന്റെ സിംറ്റംസ് കാണിക്കും. ഇപ്പോൾ സ്പോട്ട് ആണെങ്കിൽ സ്പോട്ട് കാണിക്കും, നെക്രോസിസ് ആണെങ്കിൽ നെക്രോസിസ് കാണിക്കും. ഓക്കെ, അതായത് എവിടെയാണോ അത് വന്നത് അവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പ്രൈമറി പാരസിറ്റിക്. ഇനി സെക്കൻഡറി എന്നുണ്ട്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇപ്പൊ ലീഫിലാണ് ഇൻഫെക്ട് ചെയ്തതെന്ന് വിചാരിക്കുക, സ്പ്രെഡ് ചെയ്തിട്ട് ചിലപ്പോൾ സ്റ്റെമ്മിലായിരിക്കും അല്ലെങ്കിൽ റൂട്ടിലായിരിക്കും സിംറ്റം കാണിക്കുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡറി. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ഇനി നോൺ പാരസിറ്റിക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നതല്ല, അവര് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ല, സ്പ്രെഡ് ചെയ്യുന്നവരല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡിസീസ് കോസ് ചെയ്യുന്ന ഏജൻസ് അല്ലെങ്കിൽ എന്തൊക്കെ വഴിയാണ് കോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കെമിക്കൽ ഡാമേജ്, അതുപോലെ ഫിസിക്കൽ കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അതുപോലെ തന്നെ ഏതെങ്കിലും ന്യൂട്രിയൻസിന്റെ ഒക്കെ ഒന്നെങ്കിൽ എക്സസ് ആയിട്ടുള്ള എമൗണ്ടിൽ ന്യൂട്രിയൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നോൺ പാരസിറ്റിക് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് നോൺ പാരസിറ്റിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ട് 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് സോയിൽ മോയ്സ്ചർ. അതായത് വെള്ളത്തിന്റെ കണ്ടന്റ് സോയിലില് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ആദ്യം ലീഫ് ഒരു പെയിൽ യെല്ലോ അല്ലെങ്കിൽ ഒരു പെയിൽ ഗ്രീൻ കളറിലാവും. ഓക്കെ, അല്ലെങ്കിൽ ചില സമയത്ത് വിൽട്ടാവും, വെള്ളം മുഴുവൻ പോയിട്ട് കൊഴിഞ്ഞു പോവുക, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. ഫോൾ ഓൺ ചെയ്യും. അതുപോലെ തന്നെ ഡെത്ത് കോസ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് മോയ്സ്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് പെയിൽ യെല്ലോ, പെയിൽ ഗ്രീൻ കളർ ആവും ലീഫ്. ആദ്യം മിഡ് റിബ്, വെയിൻസിന്റെ ഒക്കെ കളറാണ് ചേഞ്ച് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വിൽട്ടിങ്ങും കൊഴിഞ്ഞു പോകലും പിന്നെ അൾട്ടിമേറ്റ്ലി ഡെത്ത് ഒക്കെ സംഭവിക്കാറുള്ളത്. ഇനി ഇൻ കേസ് കൂടുതലാണെങ്കിൽ, വെള്ളത്തിന്റെ എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും, അല്ലെ, ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലായിരിക്കും. അത് പ്ലാന്റ്സിന് അത്രത്തോളം നല്ലതല്ല. ഓക്കെ, then ഈ ഒരു പ്ലാന്റ് ഒരു സക്യുലന്റ് നേച്ചർ കാണിക്കുകയും ഒന്നെങ്കിൽ നേരെ അത് ചീഞ്ഞു പോവും, വെള്ളം കൂടുമ്പോൾ ചീഞ്ഞു പോവും, അല്ലെങ്കിൽ പാരസൈറ്റിനൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പാരസൈറ്റ്സ് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാവുകയും ചെയ്യും. ഓക്കെ, അതാണ് സോയിൽ മോയ്സ്ചറിന്റെ കാര്യം. ദെൻ അടുത്തൊരു പോയിന്റ് വരുന്നതാണ് ഈ ന്യൂട്രിയൻസിന്റെ ഒക്കെ ഇംബാലൻസ്. ന്യൂട്രിയൻസിന്റെ ഇംബാലൻസ് ഇതെന്ന് പറയുമ്പോൾ പല ഗ്രൂപ്പ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് മേജർ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പ്രൈമറി ന്യൂട്രിയൻസ്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, അങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ലേ, സെക്കൻഡറി ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ പെടുന്ന ആളുകളാണ് നമ്മുടെ സിങ്ക്, കോപ്പർ, അയൺ, പിന്നെ ഫോസ്ഫറസ്, അങ്ങനെയുള്ള ഒരുപാട് മെറ്റൽസ്. ഓക്കെ, അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, ഇതുകളൊക്കെ.
അപ്പോൾ ഇതിൻ്റെയൊക്കെ എമൗണ്ടിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലാന്റിനെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ്. കാരണം ഓരോ ഇപ്പം സിങ്ക് ആണ് കുറവെന്നുണ്ടെങ്കിൽ സിങ്കിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടാവുക ആ ഒരു പ്ലാന്റിൽ. അതുപോലെ കോപ്പർ ആണെങ്കിൽ കോപ്പറിന് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പം നമുക്കത് അങ്ങനെ പറയാം. അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ ഇംബാലൻസ് ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ആണ് അടുത്തത്. ഓക്കെ, ക്ലൈമാറ്റിക് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെന്ന് വിചാരിക്കാം. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ പ്ലാന്റിന് അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. ഇപ്പോൾ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് അത്യാവശ്യമാണ് അവർക്ക്. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വരുന്ന കുറവ് അല്ലെങ്കിൽ അതിൽ വരുന്ന കൂടുതൽ, അതുകളൊക്കെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഇംപ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ പല ഇൻഡസ്ട്രീസ് ഇല്ലേ നമുക്ക്. ഇപ്പോൾ ടയറിൻ്റെ, റബ്ബർ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്, പിന്നെ സെറാമിക് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ പല ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്ന വേസ്റ്റിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? നമ്മളെ പ്ലാന്റിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ലാത്തൊരു ഏരിയയിൽ നിന്നും സെയിം പ്ലാന്റ് തന്നെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ അനാലിസിസുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റിൽ ഏതാണോ എക്സസ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറന്തള്ളുന്നുണ്ടായത് വേസ്റ്റ്, അതിൻ്റെ അക്യുമുലേഷൻ, ബയോ അക്യുമുലേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് പ്ലാന്റ്സ് എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അത് തന്നെ അവിടെ നിന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലാസ്റ്റത്തെ പോയിന്റ്, അതായത് പാരസിറ്റിക്കിൽ നോൺ പാരസിറ്റിക്കിൽ വരുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്: സോയിൽ മോയ്സ്ചർ, ന്യൂട്രിയൻ്റ് ഇംബാലൻസ്, ക്ലൈമാറ്റിക് ചേഞ്ചസ്, ദെൻ പൊല്യൂഷൻ. മനസ്സിലായോ? മെയിനായിട്ട് ഒരു 5 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഏതായിരുന്നു? ഏതാണ് ഹോസ്റ്റ് പ്ലാന്റ് എന്നുള്ളതിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ബേസിൽ, അതായത് എയർ ബോൺ, സോയിൽ ബോൺ, സീഡ് ബോൺ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തു. ദെൻ പീരിയോഡിസിറ്റീൻ്റെ ബേസിൽ എൻഡമിക്, പാൻഡമിക്, സ്പൊറാഡിക്, എപ്പിഡമിക് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തു. അതുപോലെ പ്ലാന്റ് പാർട്ട്, ഏത് പാർട്ടിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഫോളിയാർ ആണോ, റൂട്ടാണോ, വാസ്കുലാർ ആണോ, സിസ്റ്റമിക് ആണോ, അങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ദെൻ ലാസ്റ്റ് വണ്ണാണ് പറഞ്ഞത് ബേസ്ഡ് ഓൺ പാരസിറ്റിക് നേച്ചർ. ക്ലിയർ അല്ലേ?